മരണക്കിടക്കയിലും പുഞ്ചിരിച്ച ജെൻസി വിശുദ്ധൻ. കത്തോലിക്ക സഭയ്ക്ക് മറ്റൊരു യുവവിശുദ്ധൻ കൂടി വരികയാണ്. കാർലോ അക്വിറ്റസിന് ശേഷം ആധുനിക ഡിജിറ്റൽ തലമുറയ്ക്ക് മാതൃകയാകാൻ ഒരു ജെൻസി വിശുദ്ധൻ. ക്യാൻസർ രോഗത്തിന്റെ കഠിനമായ വേദനകൾക്കിടയിലും പുഞ്ചിരിയോടെ എല്ലാം സഹിച്ച പെട്രോ ബെല്ലസ്റ്റർ അരീനാസ് എന്ന 21-കാരനാണ് ഇപ്പോൾ ആഗോള സഭയുടെ ശ്രദ്ധ നേടുന്നത്. അദ്ദേഹത്തിന്റെ നാമകരണ നടപടികൾക്ക് ഇപ്പോൾ ഔദ്യോഗികമായി തുടക്കമായിരിക്കുകയാണ്. 1996 മെയ് 2 ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് പെട്രോ ജനിച്ചത്. ചെറുപ്പം മുതൽ തന്നെ അടിയുറച്ച ദൈവവിശ്വാസത്തിലായിരുന്നു അദ്ദേഹം വളർന്നത്. കത്തോലിക്ക സംഘടനയായ ഓപ്പസ് ദൈവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പെട്രോയുടെ ജീവിതവും വിശ്വാസവും ചുറ്റുമുള്ളവർക്ക് എക്കാലത്തും ഒരു വലിയ പ്രചോദനമായിരുന്നു. സാൽഫോർഡ് രൂപതയുടെ ബിഷപ്പ് ജോൺ അർണോൾഡിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക ട്രിബ്യൂണലിലൂടെയാണ് നാമകരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. പെട്രോയെ ദേവദാസൻ പദവിയിലേക്കും തുടർന്ന് വിശുദ്ധ പദവിയിലേക്കും ഉയർത്തുകയാണ് ലക്ഷ്യം. യൗവനത്തിൽ തന്നെ ക്യാൻസറിന്റെ പിടിയിൽ അമർന്ന് വേദന തിന്നുമ്പോഴും പെട്രോയുടെ മുഖത്ത് പുഞ്ചിരി മാഞ്ഞിരുന്നില്ല എന്നതാണ് ഏവരെയും വിസ്മയിപ്പിക്കുന്നത്. തന്റെ എല്ലാ വേദനകളും സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നുവെന്ന് അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും സന്തോഷവാനാണ്. ഇതായിരുന്നു അവസാന നിമിഷങ്ങളിൽ പെട്രോ തന്റെ സുഹൃത്തിനോട് പറഞ്ഞ വാക്കുകൾ. മരണക്കിടക്കയിലെ ഈ പുഞ്ചിരിയും വിശ്വാസവും ഇന്ന് യുവജനങ്ങൾക്ക് വലിയൊരു ആത്മീയ പാഠമായി മാറിയിരിക്കുകയാണ്. രോഗപീഠകളെ പോലും ദൈവസ്നേഹത്തിനുള്ള അവസരമാക്കി മാറ്റിയ പെട്രോ ബെല്ലസ്റ്റർ ആധുനിക യുവതലമുറയ്ക്ക് തീർച്ചയായും വലിയൊരു വഴികാട്ടിയാണ്. പെട്രോയുടെ വിശുദ്ധ പദവിയിലേക്കുള്ള പ്രയാണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.